ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ ഒരു ഫുഡ് ബ്ലോഗാണ്. അപ്പൊ അമ്മയും എന്റെ കൂടെ കാണും. ഒരു നോർത്ത് ഇന്ത്യൻ ഫിഷാണ് ഉണ്ടാക്കുന്നത്. മോമോസ് ആണ് അതിന്റെ പേര്. നമുക്ക് ഇതിലേക്ക് കിടക്കാം. ഇന്ന് അമ്മ ഇവിടെ ഉണ്ടാക്കുന്നത് വെജിറ്റബിൾ മോമോസ് ആണ്. ചിക്കൻ വെച്ച് മോമോസ് ഉണ്ടാക്കും. മറ്റേ ഇന്നത്തെ വെജിറ്റബിൾ മോമോസ് ആണ്. മോമോസിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു മീഡിയം സൈസ് കാബേജിന്റെ പകുതി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റ്, പിന്നെ എത്ര ഒരു സവാള, പിന്നെ പച്ചമുളക്, ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച എല്ലാ വെജിറ്റബിൾസും ആ കടായിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അമ്മയെ റെസിപ്പി എവിടെ നിന്ന് മേടിച്ചത്? ഞാനോ? അച്ഛനെ ആർമിയിലല്ലായിരുന്നു. അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോ സ്ഥലത്ത് പോയല്ലോ. സിറ്റിയിൽ പോയപ്പോഴാണ് ഇത് പഠിക്കുന്നത്. അവിടുത്തെ നേപ്പാളികളുടെ ഒരു ഫേമസ് ഡിഷാണ്. ഇവിടെ എവിടെ പോയാലും എനിക്ക് ശരിക്കും കിട്ടും മോമോസ്. അങ്ങനെയാണ് ഞാൻ അവിടെ വെച്ചാണ് ഇത് പഠിക്കുന്നത്. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ വെജിറ്റബിൾസ് ഒക്കെ വെന്ത് വരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 7 മിനിറ്റോളം വേണ്ടി വരും. മോമോസിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് മൈദയാണ് ആവശ്യം. അതിനകത്തേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കുക. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ചപ്പാത്തിക്ക് മിക്സ് ചെയ്യുന്ന സെയിം രീതിയിൽ തന്നെയാണ് ഇതും മിക്സ് ചെയ്തെടുക്കേണ്ടത്. വീഡിയോയിൽ കാണുന്ന പോലെ ആ മാവ് ചെറിയ ചെറിയ ബോൾസ് ആക്കി മാറ്റണം. അടുത്തതായി നമ്മൾ ചെയ്യേണ്ടത് ആ ബോൾസിനെ ചെറുതായി പരത്തണം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച വെജിറ്റബിൾസ് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യാണ് വേണ്ടത്. മാവിൻ്റെ 2 സൈഡിലും വെള്ളം നനച്ച ശേഷം അതിനെ ചുരുട്ടി എടുക്കണം. നമ്മൾ വീഡിയോ കാണുന്ന പോലെ തന്നെ ചെയ്താൽ മതി. അമ്മ ചെയ്യുന്ന കണ്ടപ്പോൾ എനിക്കും ഒരെണ്ണെടുത്ത് ചെയ്ത് നോക്കിയാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ ലാസ്റ്റത്തെ ഒരെണ്ണം ഞാനൊന്ന് ചെയ്ത് നോക്കി. എന്തായാലും ഞാൻ ചെയ്ത് നോക്കിയ മോമോസ് പെർഫെക്റ്റ് അല്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വന്നായിരുന്നു. ഈ മോമോസിന്റെ ഫൈനൽ സ്റ്റെപ്പാണ്. ഇനി ഇതെല്ലാം ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അന്നത്തെ നല്ല മഴയായിരുന്നു. നല്ല ചൂട് മോമോസ് കഴിക്കാൻ പറ്റിയ കാലാവസ്ഥയായിരുന്നു. ഈ മോമോസിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ചമ്മന്തിയും കൂടിയുണ്ട്. അതാണ് ഈ മോമോസിന്റെ ഹൈലൈറ്റ്. അതിന് വേണ്ട സാധനം വെച്ചാൽ ഒരു സവാള, 2 തക്കാളി, 6 വറ്റൽമുളകാണ് വേണ്ടത്. പുഴുങ്ങിയ തക്കാളിയും സവാളയുമാണ് നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് വേണ്ടത്. വറ്റൽമുളക് കൂടാതെ അമ്മ അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്. നമ്മുടെ എരിവിനനുസരിച്ച് നമുക്കത് ചേർക്കാവുന്നതാണ്. തക്കാളിൻ്റെ തൊലി മാറ്റിയ ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. മോമോസ് വെന്ത് വരെ ഒരു 10-15 മിനിറ്റ് വേണ്ടി വരും. അമ്മ അത് തുറന്നപ്പോൾ തന്നെ നല്ല അടിപൊളി മോമോസിൻ്റെ സ്മെല്ലായിരുന്നു. മോമോസ് കണ്ട പാടെ തന്നെ എനിക്ക് കഴിക്കാനുള്ള കൊതിയായിരുന്നു. വീട്ടിൽ മോമോസ് എല്ലാവർക്കും ഇഷ്ടമാണ്. എന്നാൽ കൂടുതൽ ഫേവറേറ്റ് ആരാന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരയുള്ളൂ, അത് ഉണ്ണിയാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാണ് ഉണ്ണി. അതുകൊണ്ട് തന്നെ ഇനി എപ്പോൾ മോമോസ് കാണുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ ഒരു ഉണ്ണീനാണ്. കുഞ്ചൂസിന് മോമോസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് പറയാൻ കാരണം ഞങ്ങൾ ഒരിക്കലും പുറത്തുനിന്ന് ഇത് വാങ്ങിക്കൊണ്ടുവന്ന സമയത്ത് വാവ വീണ്ടും ചോദിച്ച് വാങ്ങി കഴിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഇന്നത്തെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.